Hello everyone, how are you? Welcome back to the channel. ലോകത്തിലെ ഏറ്റവും തടിയുള്ള കുട്ടികൾ, തടിയുള്ള കപ്പിൾസ് തുടങ്ങി പല വീഡിയോകളും നമ്മൾ ചെയ്തു. എന്നാൽ ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള മനുഷ്യരെ പറ്റി ഒന്ന് പരിചയപ്പെട്ടാലോ? ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകൾ തടിയുള്ളവരെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. അവരും സാധാരണ മനുഷ്യരാണ്. സാധാരണ മനുഷ്യരെ പോലെ അവർക്കും ഇമോഷൻസ് ഉണ്ടെന്നൊന്നും ആരും ചിന്തിക്കാറില്ല. പക്ഷെ തടി കൂടുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. പലതരം രോഗങ്ങൾ ഒരുപക്ഷെ അതുകൊണ്ട് വന്നേക്കാം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും തടിയുള്ള ആളുകളെ പറ്റി ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ സാധാരണ പറയാറുള്ളത് പോലെ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്പർ 10, ആര്യ പെർമാന. ആര്യ പെർമാനയെ പറ്റി മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവൻ്റെ പ്രായമുള്ള 6 കുട്ടികളുടെ തടി ഈ കുട്ടി ഒറ്റക്കുണ്ടായിരുന്നു. 10 വയസ്സുകാരനായ ഈ ഇന്ത്യനേഷ്യക്കാരന് ഏകദേശം 430 പൗണ്ടായിരുന്നു ഭാരം. ഇത്രയും ഭാരമൊന്നും ആർക്കും ചിന്തിക്കുവാൻ കൂടെ കഴിയില്ല. ഒരു ദിവസം തന്നെ ഒരുപാട് ഭക്ഷണം അവൻ കഴിച്ചിരുന്നു. എന്നാൽ അവൻ തടി കുറക്കുവാൻ തീരുമാനിച്ചു. ശക്തമായ ഡയറ്റും റെഗുലർ എക്സസൈസും അതുകൂടാതെ ഗാസ്ട്രിക് സ്ലീവ് സർജറി വഴി അവൻ ഭാരം കുറച്ചു. ഇന്നവന് വെറും 180 പൗണ്ട് മാത്രമാണ് ഭാരമുള്ളത്. നമ്പർ 9, ഡ്രൂ സ്റ്റുവാർഡ്. 43 വയസ്സുകാരനായ ഡ്രൂ സ്റ്റുവാർഡ് ഒരുപാട് തടിയുള്ള ഒരാളായിരുന്നു. എന്നാൽ ചെറുപ്പത്തിൽ അയാൾ സാധാരണ ആളുകളെ പോലെ പലതരം ആക്ടിവിറ്റീസുകളിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ വളർന്നപ്പോൾ തടി ഒരുപാട് വർദ്ധിച്ചു. എന്നാൽ തൻ്റെ അമ്മക്ക് വയസ്സായതോടെ അവരെ കെയർ ചെയ്യാൻ തനിക്ക് ഈ തടി കൊണ്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഡ്രൂ തടി കുറക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ കഠിനമായ എക്സസൈസുകൾ ചെയ്ത് അദ്ദേഹം തൻ്റെ തടി കുറച്ചു. നമ്പർ 8, ചിറ്റാഗോ ലൈറ്റ്. നേരത്തെ പറഞ്ഞ ഡ്രൂവിൻ്റെ കസിനാണ് 49 വയസ്സുകാരിയായ ചിറ്റാഗോ. ഏകദേശം 680 പൗണ്ടായിരുന്നു ഇവരുടെ ഭാരം. ഈ അമിതഭാരം കാരണം നടക്കാൻ സാധിക്കാത്ത ഇവർ ഏകദേശം 3 വർഷം ബെഡിൽ തന്നെയായിരുന്നു. എന്നാൽ സർജറി ചെയ്ത് തടി കുറക്കാനും അവർക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരു പേഴ്സണൽ ട്രെയിനറെ നിയമിച്ചു. ഇന്നവർക്ക് വാൾക്കേഴ്സിന്റെ സഹായത്തോടു കൂടി നടക്കുവാൻ സാധിക്കും. ആദ്യമൊന്നും കാറിൽ കയറാൻ പോലും അവർക്ക് സാധിക്കുമായിരുന്നില്ല. എന്നാൽ പിന്നീട് അവർക്ക് അതും സാധിച്ചു. എന്തായാലും അവസാനം ഡോക്ടേഴ്സ് ചിറ്റാഗോ ലൈറ്റിന്റെ സർജറി അപ്രൂവ് ചെയ്തു കൊടുത്തു. നമ്പർ 7, ഒക്ടേവിയ ഗഹാംഗസ്. ഏകദേശം 600 പൗണ്ടായിരുന്നു ഒക്ടേവിയ ഗഹാംഗസിന്റെ ഭാരം. ഈയൊരു ഭാരം കാരണം ഒരുപാട് കാലം കാറിൽ യാത്ര ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. ഡോക്ടേഴ്സിന്റെ അടുത്ത് പോവാൻ അവർക്ക് പ്രത്യേകമായി ഒരു വാൻ മോഡിഫൈ ചെയ്തിരുന്നു. എന്നാൽ തൻ്റെ തടി എങ്ങനെയെങ്കിലും കുറക്കണം എന്നവർക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഗാസ്ട്രിക് ബൈപ്പാസ് സർജറിക്ക് വിധേയമായി. ഈ സർജറി വഴി ഏകദേശം 280 പൗണ്ട് ഭാരം അവർ കുറക്കുകയും ചെയ്തു. നമ്പർ 6, ജോൺ പെട്രോ ഫ്രാങ്കോ. 17 വയസ്സിൽ പറ്റിയ ഇഞ്ചറി കാരണം ഫ്രാങ്കോയുടെ ഭാരം വളരും തോറും വർദ്ധിക്കുവാൻ തുടങ്ങി. 2016 അദ്ദേഹത്തിന് 32 വയസ്സുള്ളപ്പോൾ ഭാരം ഒരുപാട് വർദ്ധിച്ചു. 1312 പൗണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാരം. അതുകൊണ്ട് തന്നെ അന്ന് ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള മനുഷ്യൻ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡും അദ്ദേഹത്തിന് തന്നെ ലഭിച്ചു. ഈ ഭാരം കാരണം ഒരുപാട് കാലം അദ്ദേഹം ബെഡിൽ തന്നെയായിരുന്നു. മാത്രമല്ല പല അസുഖങ്ങളും അദ്ദേഹത്തെ വേട്ടയാടി. എല്ലാ ദിവസവും ഓക്സിജന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ജീവിച്ചത്. എന്നാൽ അദ്ദേഹം എങ്ങനെയെങ്കിലും തന്റെ തടി കുറക്കുവാൻ തീരുമാനിച്ചു. ശക്തമായ ഡയറ്റും കഠിനമായ എക്സസൈസും ഗാസ്ട്രിക് സ്ലീവ് സർജറി വഴി ഏകദേശം 80% സ്റ്റൊമക് ഫാറ്റ് അദ്ദേഹം ബേൺ ചെയ്തു. 6 മാസങ്ങൾക്ക് ശേഷം ഗാസ്ട്രിക് ബൈപ്പാസ് സർജറി വഴി ഏകദേശം 500 പൗണ്ടും അദ്ദേഹത്തിന് കുറക്കുവാൻ സാധിച്ചു. 2018 ഇദ്ദേഹത്തിന് ഇപ്പോൾ 670 പൗണ്ട് ഭാരമാണുള്ളത്. നമ്പർ 5, ഫ്രാൻസിസ് സെറാനോ. 28കാരനായ ഫ്രാൻസിസ് സെറാനോക്ക് 500 പൗണ്ട് ഭാരമാണ് ഉണ്ടായിരുന്നത്. ഇത്രയും ഭാരമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു. ഹോർമോണൽ കണ്ടീഷൻ കാരണമായിരുന്നു ഫ്രാൻസിസിന് ഇത്രയും ഭാരം വരാൻ കാരണം. എന്നാൽ പിന്നീട് അദ്ദേഹം ഗാസ്ട്രിക് ബൈപ്പാസ് സർജറിക്ക് വിധേയമായി. അത് കാരണത്താൽ അദ്ദേഹത്തിന്റെ ഭാരം കുറയാനും തുടങ്ങി. തടിയുള്ള ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു സർജറിയാണ് ഗാസ്ട്രിക് സർജറി. നമ്പർ 4, ആഷ്ലി ഡൺ ബ്രാക്ചർ. ടെക്സാസിലാണ് ഈ 27കാരിയുള്ളത്. ആദ്യം അവർക്ക് 600 പൗണ്ടായിരുന്നു ഭാരം. എന്നാൽ പിന്നീട് അത് 710 പൗണ്ടായി മാറി. എന്നാൽ ഈ തടി കാരണം അവർക്ക് നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു. എന്നാൽ തൻ്റെ 5 വയസ്സുകാരനായ മകനെ കളിപ്പിക്കാനും അവൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താനും അവരെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരും ഗാസ്ട്രിക് ബൈപ്പാസ് സർജറിക്ക് വിധേയമായി.
അങ്ങനെ ഒരുപാട് ഭാരം കുറക്കുകയും ചെയ്തു. നമ്പർ 3 ഡിയാന ബെഞ്ച്. സീഗയിലുള്ള 56 വയസ്സുകാരിയാണ് ഡിയാന ബെഞ്ച്. ഏകദേശം 620 പൗണ്ട് ആയിരുന്നു ഇവരുടെ ഭാരം. അതുകൊണ്ട് തന്നെ നടക്കാനും മറ്റും അവർ ഒരുപാട് ബുദ്ധിമുട്ടി. മാത്രമല്ല മറ്റു മനുഷ്യരോടുള്ള ഇടപഴകലും അവർ കുറച്ചു. എന്നാൽ ശക്തമായ ഡയറ്റിലൂടെ അവർ തടി കുറക്കുവാൻ തീരുമാനിച്ചു. അത് അവരുടെ സ്റ്റൊമാക്കിന്റെ 70% ഫാറ്റ് ബേൺ ചെയ്യുകയും ചെയ്തു. മാത്രമല്ല 620 പൗണ്ടിൽ നിന്നും 190 പൗണ്ട് അവർക്ക് കുറക്കുവാൻ സാധിച്ചു. നമ്പർ 2 ക്രിസ്റ്റേ പെറെ. 38 വയസ്സുകാരിയായ ക്രിസ്റ്റേ പെറെ വാഷിംഗ്ടണിലാണ് താമസിക്കുന്നത്. ആദ്യമായി ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവരുടെ ഭാരം 612 പൗണ്ട് ആയിരുന്നു. ഇത്രയും ഭാരമുള്ള ആളുകൾ കാറിൽ എങ്ങനെ യാത്ര ചെയ്യാനാ? എന്നാൽ യാദൃശ്ചികമായിട്ടാണ് അവർ ഒബേസിറ്റി സ്പെഷ്യലിസ്റ്റും സർജനുമായ ഡോക്ടർ മോറയെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് വഴി ഒരു മാസത്തിനുള്ളിൽ അവർക്ക് 50 പൗണ്ട് ഭാരം കുറക്കുവാൻ സാധിച്ചു. എന്നാൽ അവരുടെ മകൻ കുറച്ച് വികൃതിയായിരുന്നു. അവൻ തന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയും തടി കാരണം അമ്മയെ കളിയാക്കുവാനും തുടങ്ങി. അതിനാൽ അവർ തന്റെ തടി കൂടുതൽ കുറക്കുവാൻ തീരുമാനിച്ചു. 620 പൗണ്ടിൽ നിന്നും 470 പൗണ്ടാക്കി അവർക്ക് കുറക്കുവാനും സാധിച്ചു. നമ്പർ 1 ചാരിറ്റി പിയേഴ്സ്. 38-കാരിയായ ചാരിറ്റി പിയേഴ്സ് ആണ് ലോകത്തിലെ ഏറ്റവും തടിയുള്ള സ്ത്രീ. ഏകദേശം 778 പൗണ്ട് ആയിരുന്നു ഇവരുടെ ഭാരം. ചെറുപ്പത്തിൽ തന്നെ അവർ തടിയുള്ള കുട്ടിയായിരുന്നു. എന്നാൽ ഒരു ആക്സിഡന്റ് മൂലം അവരുടെ മൊബിലിറ്റി നഷ്ടപ്പെട്ടു. പിന്നീട് ദീർഘകാലം ബെഡിൽ തന്നെയായിരുന്നു. അതിനാൽ അവരുടെ തടി ഒരുപാട് കൂടി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും തടിയുള്ള മനുഷ്യരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. സമയക്കുറവ് മൂലവും ഇതിലെ ചിലരെ പറ്റി മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതിനാലും വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. സോ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.